നമസ്കാരം വിനോദ് സർ. നമസ്കാരം. സർ, ഈ ആശാ വർക്കർമാരുടെ സമരം തുടങ്ങുകയാണ്. നാറ്റുകാൽ പൊങ്കാലയാണ്. സുരേഷ് ഗോപി പൊങ്കാല കിറ്റൊക്കെ കൊടുത്തു, ആശമാർ പൊങ്കാല ഇട്ടു. പക്ഷെ ഇതിനൊരു അവസാനമാവുന്നില്ലല്ലോ. ഇതിപ്പോ കേന്ദ്രമാണോ കേരളമാണോ നുണ പറയുന്നത്? അതാണ് സംശയം. നമസ്കാരം. ഇതൊരു നമ്മൾ സാധാരണ കാണും പോലെ ഉള്ള ഒരു സിമ്പിൾ കാര്യമല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഞാനിപ്പോ പറയാൻ പോകുന്ന പല കാര്യങ്ങളും സർക്കാരുകൾക്കും പിടിക്കൂല, അതായത് കേന്ദ്ര സർക്കാരിനും പിടിക്കൂല, കേരള സർക്കാരിനും പിടിക്കൂല, ആശാ വർക്കർമാർക്കും പിടിക്കൂല. പക്ഷെ സത്യങ്ങൾ സത്യം പോലെ പറയണം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് എന്താണ് ഇപ്പൊ നമ്മുടെ സുരേഷ് ഗോപി ഇപ്പോഴത്തെ പ്രശ്നം, ഇത് കേന്ദ്രത്തിനും ശരിയാക്കാൻ അത്ര എളുപ്പമല്ല, കേരള സർക്കാരിനും ശരിയാക്കാൻ അത്ര എളുപ്പമല്ല. അതിനിടയിൽ ഒരുപാട് പേര് മീൻ പിടിക്കാൻ നോക്കുന്നു. ഇപ്പൊ സുരേഷ് ഗോപി സിനിമാ സ്റ്റൈലിൽ വൈകാരികമായി പല പ്രാവശ്യം അവിടെ ചെന്നു. അദ്ദേഹത്തിന്റെ ഏരിയയിൽ വരുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു എന്നുള്ളതാണ് ശരി. അദ്ദേഹത്തിന്റെ ഏരിയയിൽ വരുന്ന ഒരു ഇഷ്യൂ അല്ലിത്. പിന്നെ ഒരു ജനപ്രതിനിധി നിലയിരുന്നാലും ഒരു സിനിമാ നായകൻ എന്ന നിലയിലും അദ്ദേഹത്തിന് അവരോടൊരു അനുകമ്പ തോന്നിപ്പോകും. അതിന്റെ ഭാഗമാണ് അവിടെ പോകുന്നതും മഴയത്ത് അവരെ വീണ്ടും സന്ദർശിക്കുന്നതും പന്തൽ പൊളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഷെഡ് കെറ്റി കുട കൊണ്ടു കൊടുത്തതും ഇന്ന് അവര് പൊങ്കാല ഇടാൻ ശ്രമിച്ചപ്പോ പൊങ്കാല കിറ്റ് കൊണ്ടു കൊടുത്തതല്ല. പക്ഷെ ഇതൊന്നും നമ്മൾ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയാൻ പാടില്ല. എന്താണ് ഈ ആശാ വർക്കറുടെ ഇഷ്യൂ? ഇത് വളരെ പണ്ട് കേന്ദ്ര ഗവൺമെന്റ് തുടങ്ങിയ ഒരു സ്കീമാണ്. ഇതാണ് അതിന്റെ സത്യം. എന്താണെന്ന് വെച്ചാൽ ഇതൊരു വോളണ്ടറി സ്കീം. ഇതാണ് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ പ്രസക്തമാണ്. ഇവർ ഒരിക്കലും ഒരു എംപ്ലോയി ആയിട്ട്, അതായത് തൊഴിലാളിയായിട്ടോ ഗവൺമെന്റ് വർക്കറായിട്ടോ വിഭാവനം ചെയ്ത കാര്യമല്ല. അതായത് ആരോഗ്യ പ്രവർത്തകരുടെ, ഡോക്ടർമാര്, നഴ്സുമാര്, അങ്ങനെയുള്ള ആരോഗ്യ പ്രവർത്തകരും സാധാരണ ജനങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ബ്രിഡ്ജായിട്ട്, ഒരു പാലമായിട്ട് കേന്ദ്ര സർക്കാർ തുടങ്ങിയ ഒരു പരിപാടിയാണ്. ഈ തുടക്കത്തില് ഇതൊരു ഇൻസെന്റീവ് ബേസ്ഡ് സ്കീം, ശമ്പളം പോലും അല്ല. അപ്പൊ ഇവർ തൊഴിലാളികളല്ല. ആദ്യത്തെ കാര്യം, വോളണ്ടറി സർവീസ് എന്നാണ് തുടക്കം മുതൽ ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതും ഇൻസെന്റീവ് സ്കീമാണ്. ഇന്ന ജോലി ചെയ്താൽ ഇത്ര രൂപ, ഇന്ന ജോലി ചെയ്താൽ ഇത്ര രൂപ, ഇന്ന ജോലിയാണ് ചെയ്യണമെങ്കിൽ ഇത്ര രൂപ. ഇതാണ് സത്യം പറഞ്ഞ ഇതിന്റെ തുടക്കം. ഇത് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുഴുവനായിട്ട് ഏകദേശം 11 ലക്ഷം ആശാ വർക്കർമാരുണ്ട് നമ്മുടെ ഇന്ത്യ മുഴുവനായിട്ട്. കേരളത്തിൽ ഏകദേശം 26,000 പേരാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഇത് തുടങ്ങിയത് എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഈ ആശാ വർക്കർമാരുടെ ജോലി വളരെ പ്രസക്തമാണ്. കേരളത്തിൽ അത്ര വലിയ പ്രസക്തമല്ലെങ്കിൽ കൂടി ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഇത് വളരെ പ്രസക്തിയുണ്ട്. കേരളത്തിൽ പോലും ഇതിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ പൊതുവെ ആശുപത്രികളിലും പബ്ലിക് ഹെൽത്ത് സെന്ററുകളിലും താലൂക്ക് ആശുപത്രികളിലും ഒക്കെയാണ് ഇരിക്കുന്നത്. ഈ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ബന്ധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഉദാഹരണത്തിന് മാതൃശിശു സംരക്ഷണം, ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും ഉള്ള സേവനങ്ങൾ, ഈ പ്രതിരോധ കുത്തിവയ്പ് പലർക്കും താല്പര്യമില്ല. അവരെ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി, അവരുടെ വീട്ടിൽ ചെന്ന് കണ്ട് പറഞ്ഞ് മനസ്സിലാക്കി അത് ചെയ്യുക എന്നുള്ളത് വളരെ പ്രശ്നമാണ്. കുടുംബാസൂത്രണം, 4ഉം 5ഉം ഒക്കെ പിള്ളേർ വരുമ്പോൾ അവിടെ ചെന്ന് കണ്ട് ഇത് ശരിയല്ല, ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട്, കുട്ടികൾ തമ്മിൽ ഗ്യാപ്പ് വേണം, ഇങ്ങനത്തെ കാര്യങ്ങൾ. പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ, പിന്നെ അവർക്ക് പലപ്പോഴും ഡോക്ടർമാരോടൊന്നും ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ ആശാ വർക്കർമാരെന്ന് പറഞ്ഞാൽ അതിന് ചുറ്റുവട്ടമുള്ള നടന്നവരാണ്. ഇതൊരു ട്രാൻസ്ഫറബിൾ ജോലിയോ ഒന്നുമല്ല. ഒരു ഗ്രാമപ്രദേശത്ത് അല്ലെങ്കിൽ ഒരു ട്രൈബൽ ഏരിയയിൽ അവരുണ്ടെങ്കിൽ അവരുടെ ചുറ്റും അവരുടെ സൗഹൃദമുള്ള ഈ ആളുകൾക്ക് സൗഹൃദമുള്ള ഒരു ചേച്ചി, അതാണ് ശരിക്കും പറഞ്ഞ ആശാ വർക്കർ. ചേച്ചി എന്ന് പറയുന്നാൽ പ്രായമുള്ളവരാവണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറയാം, അതിന്റെ കൂട്ടത്തില് ഈ ടി ബി വളരെ പ്രശ്നമാണ്. ഈ ടി ബിയുടെ എന്ന് വെച്ചാൽ നമ്മുടെ ക്ഷയരോഗം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ വലിയൊരു മേജർ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി. ഇതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 6 മാസം മുതൽ 1 വർഷം വരെ മരുന്ന് കഴിക്കണം. ഇവരാരും പിന്നെ മരുന്ന് കഴിക്കില്ല, ഒരു 3 മാസം കഴിക്കും, നിർത്തിക്കളയും. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഇവർക്ക് മരുന്ന് മുഴുവൻ കഴിക്കുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ധാരാളം രൂപ, കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നുണ്ട്. മരുന്ന് ഫ്രീ ആണ്. ഈ ആശാ വർക്കർമാരാണ് ഇവരെ ചെന്ന് കണ്ടവരെ മരുന്ന് കൊടുക്കുന്നതും കഴിച്ചു എന്ന് ഉറപ്പാക്കുന്നതും. അതുപോലെ തന്നെ കോവിഡിലും ഇവരുടെ പ്രവർത്തനം സുസ്ഥിരമാണ്. അപ്പൊ ഇതൊരു വോളണ്ടറി സർവീസ് പോലെ തുടങ്ങിയെങ്കിലും
ഇന്ത്യയുടെ ആരോഗ്യ രംഗത്ത് വളരെ പ്രസക്തമായ ഒരു വിഭാഗമായി ഇപ്പൊ മാറിക്കഴിഞ്ഞു എന്നുള്ളതും സത്യമാണ്. എന്ന് വെച്ചാൽ അവര് ഒരു ജോലിക്കാരല്ല എന്നുള്ളതും വളരെ പ്രസക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിലെ ഏകദേശം 26,225 കറക്റ്റ് കണക്ക്. അത്രയും പേരുണ്ട്. അതിൽ ഗ്രാമീണ മേഖലയിലാണ് കൂടുതൽ. 21,300 പേരും ഗ്രാമീണ മേഖലയിലാണ്. നഗരമേഖലയിൽ 4,200 പേര്. ഇതിനേക്കാളും പ്രസക്തമായിട്ടുള്ള ആദിവാസി മേഖലയിൽ 549 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യ മുഴുവനായിട്ട് ഏകദേശം 11 ലക്ഷം പേരുണ്ടെന്ന്. ഈ ഗ്രാമീണ പിന്നോക്ക പ്രദേശങ്ങളിലാണ് ഇവരുടെ ശരിക്കും പറഞ്ഞ ഈ ആശുപത്രിയിൽ ഇങ്ങനെ ഒരു സേവനമുണ്ടെന്ന് ഒരുപക്ഷെ ഇവര് ചെന്ന് പറയുമ്പോഴായിരിക്കും ഈ സർക്കാർ ആശുപത്രികൾ ഇങ്ങനെ സേവനമുണ്ടെന്ന് പോലും പലർക്കും അറിഞ്ഞുകൂടെന്നുള്ളതാണ് നമ്മുടെ ഗതികേട്. അപ്പൊ ആദിവാസി മേഖലയിലും ഗ്രാമീണ മേഖലകളിലൊക്കെ വളരെ ഇവരുടെ പ്രസക്തിയുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇനി ഇവര് ജോലിക്കാരാണോ, സർക്കാർ ജോലിക്കാരാണോ, ഇവർക്ക് ശമ്പളം അവകാശപ്പെടാൻ പറ്റുമോ? സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. ഇത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഈ പറയുന്ന കാര്യം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ സർക്കാർ തുടങ്ങിയത് തന്നെ സർക്കാർ ജീവനക്കാരാണെങ്കിൽ ഉഴപ്പിക്കളയും. ഇവര് ചെയ്യുന്ന ഓരോ ജോലിക്കുമാണ്. അപ്പൊ അതായത് ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാല് ഇവർക്ക് കുറെ ജോലികളുണ്ട്. എന്താണ്? ഇവര് ഉദാഹരണത്തിന് ആശുപത്രി പ്രസവത്തിന് ഒരു അമ്മയെ, ഗർഭിണിയെ ആശുപത്രി പ്രസവത്തിന് ആശുപത്രി കൊണ്ടാക്കിയാൽ 300 രൂപ. ഗ്രാമീണ മേഖലയിൽ 300 രൂപ, നഗരമേഖലയിലാണ് 200 രൂപ. കുട്ടികളെ കുത്തിവയ്പ് എടുത്ത് പൂർത്തിയാക്കി എന്നുള്ള സർട്ടിഫിക്കറ്റ് അവർ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ അതിന് 100 രൂപ കൊടുക്കും. കുടുംബാസൂത്രണ സഹായം, അതിനുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കുടുംബാസൂത്രണം ചെയ്യിപ്പിച്ചാൽ 150 മുതൽ 200 രൂപ കൊടുക്കും. അതിന്റെ കൂടെ തന്നെയാണ് ഈ രോഗ നിരീക്ഷണം, മലേറിയ, TB, ഇതിനൊക്കെ ഓരോന്നിനും ഓരോ സംസ്ഥാനം അനുസരിച്ച് ഇത് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇങ്ങനെയാണ് ഈ പരിപാടി തുടങ്ങിയത്. ഇത് നമ്മളെല്ലാം മറന്നു പോകുന്നു. ഇത് അറിഞ്ഞിട്ടാണ് ഈ ആശാ വർക്കർമാർ ഈ ജോലിക്ക് വന്നത്. ഇതാണ് അതിന്റെ സത്യം. കുറച്ചു നാള്, അതായത് 2018 മുതൽ 2000 രൂപ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഫിക്സഡ് ഓണറിയമായിട്ട് കൊടുത്തു ഇവർക്ക്. അത് 2018 മുതലാണ്. ഇനി ഈ ഒരു 10 വർഷം ഇവര് സേവനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ 20,000 രൂപ ക്യാഷ് റിവാർഡും ഒരു പ്രശസ്തി പത്രവും കൊടുക്കും. ഇത്രയും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇതാണ് അതിന്റെ സത്യം. ഞാൻ പറഞ്ഞ മുഴുവൻ അർത്ഥ സത്യങ്ങളോ തന്ത്രപരമായ നുണകളോ ആണ് രാഷ്ട്രീയക്കാർ പറയുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാർ എന്താ പറയുന്നത്? അവര് 2,000 രൂപയെ കൊടുക്കുന്നുള്ളൂ, ബാക്കി മുഴുവൻ കൊടുക്കുന്നത് ഞങ്ങളാണെന്ന് പലപ്പോഴും അങ്ങനെ ഒരു സൂചന വന്നു. ഈ ഇൻസെന്റീവ് ബേസ്ഡ്, ഒറിജിനലി ഇത് ഇൻസെന്റീവ് ബേസ്ഡ് സ്കീമാണെന്നും ചെയ്യുന്ന ജോലിക്കാണ് പണിയെന്നും ഇല്ലെങ്കിൽ അവർ ഉഴപ്പിക്കളയെന്നും ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. എത്ര പേര് ചെന്ന് കുട്ടികളെ, ആളുകളെ, ഗർഭിണികളെ ആശുപത്രിയിൽ എത്തിക്കും, അത്രയും കാശ് കിട്ടും. ഇതൊരു വോളണ്ടറി സർവീസ് പോലെ പാർട്ട് ടൈം ജോലിയായിട്ട് തുടങ്ങിയതാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പാർട്ട് ടൈം ജോലി അല്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു, സത്യമാണ്. അവർക്ക് പണിയുണ്ട്, ശരിക്കും ചെയ്യുകയാണെങ്കിൽ പണിയുണ്ട്. ഇനി ഇതല്ലാതെ ഓരോ സംസ്ഥാനവും അവരുടെ പൊളിറ്റിക്കൽ തന്ത്രപരമായ പരിപാടി അനുസരിച്ച് അവർക്ക് താല്പര്യമുള്ള അതിനകത്താണ് കൊണ്ടുവരുമല്ലോ. അപ്പൊ അങ്ങനെ കേരളം 7,000 രൂപ കൊടുക്കുന്നുണ്ട് ഇവർക്ക് ഒരു മാസം, ഫിക്സഡ് ആയിട്ട് 7,000 രൂപ. ബാക്കിയുള്ളതെല്ലാം കൊടുക്കുന്നത് അവരാണ്. ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരെ ഒരു സർക്കാർ സർവീസിലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പച്ചയായ സത്യം. അങ്ങനെ നമുക്ക് അതിനുള്ളൊരു മാർഗമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് പറ്റി? വിരമിക്കൽ ആനുകൂല്യമാണ് പിന്നെ ചോദിക്കുന്നത്, 5 ലക്ഷം രൂപ. അത് എങ്ങനെ കൊടുക്കാൻ പറ്റും? നമ്മുടെ അല്ല, ഇവരെ ഒരു ഫിക്സഡ് ആളുകളാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഉഴപ്പിക്കളയും. അത് വേണ്ടാത്തത് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇവരെ ഫിക്സഡ് ജോലി ഒരു ശമ്പളത്തിൽ നിയമിക്കാത്തത്. ഇനി അടുത്ത ഒരു കള്ളത്തനം പറയാം. ഇത് കേന്ദ്രം പൈസ കൊടുക്കുന്നുള്ളത് കൊണ്ട് പ്രധാനമായിട്ട് കേന്ദ്രത്തിന്റെയാണ് ഒറിജിനൽ പ്ലാൻ. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ കേന്ദ്രം കുറെ നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ഇവർ ഈ ചെയ്യുന്നതിന്റെയൊക്കെ കൃത്യമായ കണക്ക് കൊടുക്കണം, എന്നാൽ മാത്രമേ പൈസ കൊടുക്കൂ. എന്ന് വെച്ചാൽ എത്ര പ്രസവം നടത്തി, അല്ലെങ്കിൽ എത്ര പ്രസവത്തിന് ആളുകളെ എത്തിച്ചു, എത്ര ഇമ്മ്യൂണൈസേഷൻ നടത്തി, ഇതാരും വെളിയിൽ മിണ്ടുന്നില്ല. ഈ കണക്ക് കൊടുക്കേണ്ട കേരള സർക്കാരാണ്, അല്ലെങ്കിൽ നമ്മുടെ സർക്കാരാണ്. ഇത് ഒരു ഡിലേ വരുന്നതിന്റെ ഒരു കാരണം. 2, ഇതൊരു കോ ബ്രാൻഡിങ് പരിപാടിയാണ്. അതായത് ഞാനാണ് കാശ് കൊടുത്ത് പരിപാടി തുടങ്ങുകയാണെങ്കിൽ എന്റെ ചില മിനിമം കണ്ടീഷൻസ് ഉണ്ട്. എന്താണ്? ഇത് ചെയ്യുന്ന എല്ലാ ആശുപത്രികളിലും ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് വെക്കണം, എന്ന് എഴുതി വെക്കണം. ഇത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമാണ്. മാത്രമല്ല ഇത്
ആരോഗ്യമാണ് ഏറ്റവും പരമമായ ധനം എന്നുള്ള രീതിയിൽ ഒരു സാധനം വെക്കണം. ആ ഒരു സാധനമുണ്ട്, ഒരു മെറ്റാലിക് മഞ്ഞ കളറിൽ ഇതിന്റെ ലോഗോ അവിടെ പ്രദർശിപ്പിക്കണം ഒരു സൈഡില്. ഇത് നിർബന്ധമാണ്. കേരളം ഇത് മാത്രം ചെയ്യൂല. കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് കേന്ദ്ര സർക്കാരിന്റെ കാശാണ്, ഇതിന്റെ കളി മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെയാണ്, സ്കീം കേന്ദ്ര സർക്കാരിന്റെയാണ്, നാട്ടുകാർ കാണും. അപ്പൊ എന്ത് ചെയ്താൽ ഇത് സമ്മതിക്കൂല. ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും സമ്മതിച്ചിട്ടും കേരളം സമ്മതിച്ചില്ല. കണ്ടീഷൻസ് പൂർത്തിയാക്കാതെ കാശ് കൊടുക്കൂല. ഇവിടെയാണ് ഈ കേരളം പൈസ കൊട്ടാനുണ്ട് എന്ന് പറയുന്ന കിട്ടാനുണ്ടായിരുന്ന 638 കോടി രൂപ കിട്ടാത്തതിന്റെ കാരണം. എപ്പോഴാണ് ഇത്? 2023-24 ഇത് പറ്റൂല എന്ന് പറഞ്ഞത്. അത് കേരളം ഇങ്ങനെ ചെയ്യൂല, ഞങ്ങൾ അങ്ങനെ ആയുഷ്മാൻ ആരോഗ്യ മന്ത്ര് എന്ന് പറഞ്ഞ് എഴുതി വെക്കൂല, ചുമ്മാ ഒരു വാശി. അപ്പൊ അവര് പറഞ്ഞു എന്നാ പിന്നെ കാശില്ല. വെരി സിമ്പിൾ. ഇത് ആ വർഷം കഴിഞ്ഞിട്ടാണ് അവർ എഗ്രി ചെയ്തത്. അപ്പൊ ആ വർഷത്തെ കാശ് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റൂല. എഗ്രി ചെയ്തെന്ന അവസാനം എഗ്രി ചെയ്തു. കഴിഞ്ഞ വർഷം ഡിസ്പ്ലേ ചെയ്യേണ്ട കാശ് ഞാൻ ഈ വർഷം അങ്ങനെ കൊടുക്കും. ആ വർഷം ഡിസ്പ്ലേ ചെയ്തില്ലല്ലോ, ആ കണ്ടീഷൻ കഴിഞ്ഞ വർഷം പൂർത്തീകരിച്ചില്ലല്ലോ, ലാപ്സ് ആയി പോയി. ഇതാണ് അതിന്റെ എന്ന് വെച്ചാൽ അടുത്ത വർഷത്തേക്ക് അവർ കാര്യങ്ങൾ കണ്ടീഷൻസ് എഗ്രി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കാശ് കൊടുക്കുകയും ചെയ്തു. ഇതാണ് അതിന്റെ സത്യം. ഇതാരും പറയുന്നില്ല. അതായത് കണ്ടീഷൻസ് പൂർത്തീകരിക്കാത്തത് കൊണ്ടും പറഞ്ഞതുപോലെ ചെയ്യാത്തത് കൊണ്ടുമാണ് ആ ലാപ്സ് ആയി പോയത്. അടുത്ത വർഷം ഈ കണ്ടീഷൻ എഗ്രി ചെയ്ത കഴിഞ്ഞ വർഷത്തെ കാശ് എങ്ങനെ കൊടുക്കും? കഴിഞ്ഞ വർഷം ജോലി ചെയ്തില്ല, അടുത്ത വർഷം ജോലി ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ കഴിഞ്ഞ വർഷം ജോലി ചെയ്യാത്ത വർഷത്തെ കാശ് എങ്ങനെ കൊടുക്കും? ഇതാണ് പ്രശ്നം. ഇതാണ് അർത്ഥസത്യം പറയുന്നു എന്ന് പറയും. ഈ സത്യം പറഞ്ഞിട്ടില്ല, ഇത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ആളുകളോ അവരുടെ രാഷ്ട്രീയക്കാർക്കോ കഴിയുന്നുമില്ല. അവിടെയാണ് പ്രശ്നം. ഇതിന് കോംപ്ലിക്കേഷൻ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആർക്കും പറ്റുന്നില്ല. എന്ന് വെച്ച് അവർ എഗ്രി ചെയ്തതിനു ശേഷം 2024-25 913 കോടി കൊടുത്തു. ഇപ്പൊ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ അടുത്ത ചില കൂട്ടി കൊടുക്കുകയാണെന്ന് വെച്ചോ. ഞാൻ ഈ പറയുന്നതിന്റെ അപ്പൊ കേന്ദ്ര സർക്കാരിന് 3600 കോടി രൂപ ഒരു വർഷം ചെലവാണ്. ഈ 3600 കോടി രൂപയുടെ ബഡ്ജറ്റ് വരാതെ അല്ലെങ്കിൽ കാണാതെ അതിന്റെ പ്ലാനിങ് കാണാതെ ഒരു കൃത്യമായ വ്യവസ്ഥയുള്ള സർക്കാരിനും അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റൂല. അപ്പൊ നമ്മളൊരു 3000 വെച്ച് ഓരോ മാസവും അഡീഷണൽ ആയിട്ട് കേന്ദ്രം കൊടുക്കണമെന്ന് പറഞ്ഞാൽ പോലും ഈ 3600 കോടി ഒരു വർഷം കണ്ടെത്തണം. ഇത് എളുപ്പമുള്ള ഒരു പരിപാടിയല്ല. അതുകൊണ്ടാണ് ഈ സുരേഷ് ഗോപി ചെന്ന് പറഞ്ഞ ഉടനെ കാര്യം നടക്കൂലാത്തതും. സുരേഷ് ഗോപി പറയും ഞാൻ പറയുന്നത് പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർ നോക്കുകയാണ്, പരിഗണിക്കുകയാണെന്നാണ്. ഇനി കേരളം ഇവര് ആശാവർക്കർമാര് ചോദിക്കുന്ന കാശ് കൊടുക്കണമെങ്കിൽ ഇപ്പൊ 21,000 വെച്ച് കൊടുക്കണമെന്നാണല്ലോ പറയണത്. ഈ 21,000 വെച്ച് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഒരു ശമ്പളമായി. അപ്പൊ അതിന് വ്യവസ്ഥകൾ വേറെയാണ്. അത് കേരള സർക്കാരിനും അത് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചാൽ ഇത് കേന്ദ്രം ഈ സ്കീം നിർത്തുകയാണെന്ന് വെച്ചോ, അടുത്ത 5 വർഷം കൂടെ കഴിഞ്ഞിട്ട് കേന്ദ്രം പറയാണ് ഓക്കെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നു, ഇനി ഈ സ്കീമിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആരെവരെ മെയിൻറ്റെയിൻ ചെയ്യും? കേരള സർക്കാർ മെയിൻറ്റെയിൻ ചെയ്യോ? അപ്പൊ ഇവർക്ക് 20,000 വെച്ച് കൊടുക്കാം, റിട്ടയർ ചെയ്യുമ്പോൾ 5 ലക്ഷം ചോദിക്കാൻ എളുപ്പമാണ്. പക്ഷെ കേരള സർക്കാരിന് കാശുണ്ടെങ്കിലേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ പറയുന്ന കാര്യം ആശാവർക്കർമാർക്കും ചിലപ്പോൾ പിടിക്കൂല. പക്ഷെ സത്യം അതാണ്. ഇനി ഇവർക്ക് 21,000 വെച്ച് കൊടുത്താൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ് പോട്ടെ, കേരളം ഈ 26,000 പേർക്ക് 453 കോടി രൂപ ഒരു വർഷം കണ്ടെത്തണം. അത് എളുപ്പമാവണമെന്നില്ല. ഇതിനകത്ത് രാഷ്ട്രീയം വേറെ, ഇതിനകത്തുള്ള ഇത് വേറെ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഇത് എളുപ്പത്തിൽ കാര്യം നടക്കൂല എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം ഇവരുടെ സേവനം വളരെ പ്രസക്തമാണ്. ഇത് ഇങ്ങനെ തുടങ്ങിയത് അല്ലെങ്കിൽ പോലും ഒരു വോളണ്ടറി സർവീസ് ആയിട്ട് തുടങ്ങിയത് ആണെങ്കിൽ പോലും ഇവരുടെ സേവനത്തിന് ഇന്ന് ഒരു വലിയ പ്രസക്തി ഉണ്ട്. അതായത് നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ ജനങ്ങളുടെ ഇത് ഒരുപക്ഷെ സർക്കാർ പോലും പ്രതീക്ഷിച്ചാണല്ലോ ഇത്രയും ഒരു ഇഫക്റ്റീവാണ് ഈ സാധനം. അപ്പൊ ഇഫക്റ്റീവാണ്. അതുകൊണ്ട് കേന്ദ്രവും കേരളവും കൂടെ ആലോചിച്ച് കള്ളം പറയരുത്. എന്താ കേരളം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് പറയുകയും കഴിഞ്ഞ വർഷത്തെ കാശാണ് കിട്ടാനുള്ളതെന്ന് നാട്ടുകാരോട് പറയാതിരിക്കുകയും ചെയ്യുന്നു. ആ കാശ് കിട്ടിയാലും ഇവർ ചോദിക്കുന്ന കാശ് കേരള ഗവൺമെന്റ് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ പറയുന്ന സത്യം. അതായത് 630 കോടി കിട്ടി ഏതോ ഒരു വർഷത്തെ ഈ 2023-24 638 കോടി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എല്ലാ വർഷവും 453 കോടി വെച്ച് കൊടുക്കാൻ കേരള സർക്കാരിന് പറ്റുമോ? ഇല്ല. കഴിഞ്ഞ വർഷത്തെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്, സത്യമല്ല, മുഴുവൻ രാഷ്ട്രീയം കളിക്കുകയാണ് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും. മറ്റവർക്ക് അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവുമില്ല. എന്താണ് പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു BJP നേതാവും
ഇത് എവിടെയെങ്കിലും ആരോടെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്? കേന്ദ്രം കൊടുത്തു എന്ന് പറഞ്ഞ് ആർക്ക് പറഞ്ഞൂടാ? ഇപ്പൊ നമ്മൾ പൊതുവേ നമ്മൾ മാധ്യമപ്രവർത്തകരോട് അന്വേഷിക്കാൻ പറഞ്ഞു, അവരാരെങ്കിലും ഒരു അന്വേഷണ ഒരു ഇതായിട്ട് പറയായിട്ട് ഇത് വ്യക്തമായിട്ട് പറഞ്ഞോ ഇതാണ് ആക്ച്വൽ പ്രശ്നം എന്ന് ആരും പറഞ്ഞു? ഇത് നമ്മൾ തപ്പിയാൽ ഈ വിവരങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതാണ് അതിന്റെ സത്യം. അതേസമയം അവർ ചെയ്യുന്ന സേവനങ്ങൾ നമ്മൾ ഒട്ടും മോശമായി കാണുന്നില്ല. എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കണം. പക്ഷെ ഇത് അവരെ ഒരു ജോലിക്കാരായിട്ട് എടുക്കാൻ എനിക്ക് തോന്നുന്നില്ല ഒരു സർക്കാരിനും പറ്റുമെന്ന്. കാര്യം പറഞ്ഞാൽ ഈ സ്കീം വേണമെങ്കിൽ 5 വർഷം കഴിഞ്ഞ് നിന്ന് പോകാം. ഇതൊരു ആജീവനാന്ത സ്കീമോ ഇതൊരു ഗവൺമെന്റ് ജോലിയോ അല്ല, വോളണ്ടറി സർവീസ് ആണെന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് സമരം ചെയ്ത് എത്രത്തോളം ഫലമുണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു അനുകമ്പ വെച്ച് പരിഗണന വെച്ച് തീർച്ചയായിട്ടും അവർക്ക് കുറച്ചും കൂടെ ഒക്കെ കാശ് കൊടുക്കണം. കാരണം അവർ കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. എന്നാലും അവർ ചോദിക്കുന്ന കാശൊക്കെ കൊടുക്കാൻ കേരള സർക്കാരിന് പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാലും കാര്യങ്ങൾ കേന്ദ്രവും കേരളവും കൂടെ, ഇപ്പൊ കേന്ദ്രത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 11 ലക്ഷം പേർക്കും ചെയ്യണം. കേരളത്തിനാവുമ്പോ 26,000 പേർക്ക് ചെയ്താൽ മതി. അപ്പൊ ഇവിടെയാണ് അതിന്റെ അടുത്തൊരു പ്രശ്നം കിടക്കുന്നത്. അപ്പൊ അത് ഒരു പരിഹാരം അവർ കണ്ടെത്തും. ഉടനെ കണ്ടെത്തിയില്ലെങ്കിലും സമീപഭാവിയിൽ കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്ര മാത്രമേ തൽക്കാലം പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.